ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ കഴിക്കാൻ ഉണ്ടാക്കിയത് മസാല ദോശയാണ്. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സവോളയൊക്കെ വഴറ്റിയിട്ട് നമ്മൾ മസാല ദോശയ്ക്കുള്ള മസാല തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനത് മുഴുവനും വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ദോശ ഉണ്ടാക്കി. അപ്പോൾ നമുക്കുള്ള പാൻ വെച്ചിട്ടാണ് മസാല ദോശ ഉണ്ടാക്കുന്നത്. ഒരുപാട് വലിയ പാനൊന്നുമല്ല. അപ്പോൾ അതിൽ കൊള്ളാവുന്ന രീതിയിലുള്ള ഒരു ദോശ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ 2 ഷേപ്പിൽ ഞാനിത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം 2 സൈഡും മടക്കിയിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കിയെടുത്തത്. പിന്നെ 3 സൈഡും മടക്കിയിട്ടുള്ള ദോശയും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നേ. കുറച്ച് മസാല ദോശ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ക്യാരമൽ ദോശയും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നല്ല ടേസ്റ്റല്ലേ കഴിക്കാൻ, നെയ്യും പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുള്ള ദോശ. അപ്പോൾ അത് കൂടെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കാപ്പൂടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് പച്ചക്കറിയും നാടൻ പച്ചക്കറിയും മുട്ടയൊക്കെ ഒരു ചേട്ടൻ ഇവിടെ വീട്ടിൽ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ആ ചേട്ടൻ വന്നപ്പോഴത്തേക്കും മുട്ടയൊക്കെ വാങ്ങിക്കാനായിട്ട് പുറത്തേക്ക് പോകുന്നു. അപ്പോഴാണ് മോൻ ഓഫീസിലേക്ക് പോയപ്പോൾ ഓഫീസിലിടുന്ന ചെരുപ്പല്ല, വീട്ടിലിടുന്ന വേറൊരു ഷൂ മോഡൽ തന്നെ ചെരുപ്പ് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. ഇട്ടുകൊണ്ട് പോയ ചെരുപ്പ് മാറിപ്പോയിട്ട് പിന്നെ മോനെ തിരിച്ച് വിളിച്ചിട്ട് ചെരുപ്പ് കൊണ്ടുവന്ന് മോളതെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് കറി വയ്ക്കാനായിട്ട് ഒരു ചൂരമീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ ചൂരമീനൊക്കെ കിട്ടുമ്പോൾ കല്ലയിലിട്ട് തേച്ചൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ പുറത്തൊരു ചുണ്ണാമ്പ് പോലൊരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അത് സ്ക്രബ്ബർ ഉപയോഗിച്ച് നമ്മളിങ്ങനെ തേക്കണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ടത് പോയി കിട്ടും. പിന്നെ ഞാനതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് മുറിച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്ത്, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചട്ടിയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൊക്കെ ചേർത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും വേപ്പിലയും ഇട്ട് കൊടുത്തു. അപ്പോൾ അതും കൂടെ മൂത്തതിന് ശേഷം നമുക്കതിലേക്ക് പൊടികൾ, മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം ചേർത്തൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വെള്ളമൊക്കെ ചേർത്ത്, പുളി ഞാൻ തിളപ്പിച്ചാണ് അതിലേക്ക് ചേർത്തത്. അപ്പോൾ പ്രത്യേകിച്ച് നല്ല ടേസ്റ്റും ആയിരിക്കും. നമ്മൾ പുളി ഒന്ന് തിളപ്പിച്ചാണ് അതിലേക്ക് ചേർക്കണമെങ്കിൽ കറിക്ക് നല്ല പുളിരസമായി, നല്ലൊരു പ്രത്യേക ടേസ്റ്റും കിട്ടും. അപ്പോൾ അങ്ങനെ ഒക്കെ ചെയ്തിട്ട് പിന്നെ ഉപ്പുമൊക്കെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം ഞാൻ അതിലേക്ക് തിളച്ച് കഴിഞ്ഞപ്പോൾ മീനും ഒക്കെ ചേർത്തിട്ട് നമുക്ക് കറി റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു തോരനും കൂടെ ഉണ്ടാക്കിയിട്ട് ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിറ്റേ ദിവസത്തെ വീഡിയോയും കൂടെ ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് പിറ്റേ ദിവസം എന്ന് പറയുമ്പോൾ തൃക്കാർത്തിക ദിവസമായിരുന്നു. അപ്പോൾ അന്ന് മോളുടെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു. അപ്പോൾ അതൊരു അടപ്പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ലിറ്റർ പാല് വാങ്ങിയിട്ടാണ് പായസം ഉണ്ടാക്കിയത്. നമുക്ക് പിങ്ക് കളറിലെ പാലടയാണ് അന്വേഷിച്ച് കടയിൽ ചെന്നിട്ട് അത് കിട്ടിയില്ല. പിന്നെ വെള്ള അടയാണ് കിട്ടിയത്. അപ്പോൾ 2 ലിറ്റർ പാല് വെച്ചിട്ട് പായസം ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോൾ 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് അടയാണ് വാങ്ങിച്ചത്. അപ്പോൾ പായസത്തിനൊരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഉരുളിയിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് അത് ക്യാരമൽ ആയതിന് ശേഷമാണ് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തു. അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷമാണ് പിന്നെ അതിലേക്ക് തിളച്ച് കഴിഞ്ഞപ്പോൾ പാല് ചേർത്ത് കൊടുത്തത്. പാല് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പായസം കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ തൊട്ടടുത്ത വീട്ടിലൊക്കെ കൊടുക്കണമല്ലോ, വടക്കേ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടുതലുണ്ടാക്കി. പിന്നെ മോള് വൈകിട്ട് ക്ലാസ്സിന് പോകുമ്പോൾ PSC ക്ലാസ്സിന് പോകുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അവിടെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും പാത്രത്തിലാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പഞ്ചസാര കുറച്ച് ചേർത്തിട്ടുണ്ട്. പോരെങ്കിൽ നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ പുറകെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പാല് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പാട ചൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ നെയ്യ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ അതിലേക്ക് ചേർത്ത് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുന്ന വളരെ നല്ലതാണ്. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചവ്വരി വേവിച്ചതും കൂടെ, അവിടെ മോൾക്ക് ചവ്വരി വേവിച്ചത് അതിലേക്ക് ചേർക്കണം, ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് അതും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ വൈകുന്നേരത്തെ വിശേഷം എന്ന് വെച്ചാൽ നമുക്ക് വിളക്ക് തെളിക്കാൻ വേണ്ടിയിട്ട്, കാർത്തിക വിളക്ക് തെളിക്കാൻ വേണ്ടിയിട്ട് ചട്ടി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ 101 ചട്ടിയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അത് എത്ര എണ്ണം ഉണ്ടെന്നൊക്കെ ഒന്ന് ടേബിളിൽ വെച്ചിട്ടൊക്കെ ഒന്ന് എണ്ണി നോക്കിയാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ പിന്നെ ചട്ടിയൊക്കെ നിരത്തിയിട്ട് കത്തിക്കാനുള്ള ഒരു തയ്യാറെടുപ്പൊക്കെയാണ് ഇത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ വാതിക്കെ മതിലിൻ്റെ 2 സൈഡിലും വെക്കാമെന്ന് ആദ്യം കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ലായിരുന്നു, നല്ല മഴയായിരുന്നു. മഴ കാരണം പിന്നെ പുറത്തോട്ടൊന്നും വെക്കാൻ പറ്റിയില്ല. നമ്മൾ വാതിക്കത്തെ സിറ്റൗട്ടിൽ തന്നെ പിന്നെ കത്തിക്കേണ്ടി വന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക്